സണ്ണി എം കബിക്കാട് സാമൂഹ്യ പ്രവർത്തകൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. സണ്ണി, മുമ്പ് വേടനെതിരെ ഒരു മീറ്റു ആരോപണമൊക്കെ വന്നിരുന്നു. ആദ്യമായിട്ടാണ് വേടനെതിരെ ഒരു പരാതിയുടെ രൂപത്തിൽ വരുന്നത്. വേടനെതിരെ നടക്കുന്ന ഒരു സാമൂഹിക ബഹിഷ്കരണം എന്നൊക്കെ പറയാവുന്ന തരത്തിലൊരു ക്യാമ്പയിൻ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറേ നാളായിട്ടുണ്ട്. ഈ കേസിന് പിന്നിൽ എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ഒരു പ്രോബ്ലം, വേടനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്നത് ആദ്യം വന്നതൊരു മീറ്റു ആരോപണമായിരുന്നു. അതിൽ അദ്ദേഹം ഒരു ക്ഷമ പറയുകയും ഏതാണ്ടത് ആ ക്ഷമ പൂർണ്ണമല്ല എന്നുള്ള പരാതിയൊക്കെ കുട്ടി ഉന്നയിച്ചെങ്കിലും അത് ഏതാണ്ട് ഘട്ടത്തിലാണ്. രണ്ടാമത്തെ ഇത് കൂടുതൽ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ബലാത്സംഗ കുറ്റമാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന പരാതിയുടെ വെറാസിറ്റി പരിശോധിക്കുകയും അത് അത്തരമൊരു കുറ്റകൃത്യത്തിൽ അദ്ദേഹം ഏർപ്പെട്ടിട്ട് തീർച്ചയായും നിയമത്തിന്റെ വഴിയിലോ ശിക്ഷ അദ്ദേഹം അർഹിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ നിന്ന് ഇവിടെ രൺദാസ് മുരളി പോലും തർക്കിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കുറച്ച് പ്രശ്നം അതല്ല. ഈ ചെറുപ്പക്കാരൻ കഴിഞ്ഞ 2 വർഷമായി കേരളത്തിലേക്ക് എമർജ് ചെയ്തു വന്ന ഒരു പുതിയ സാംസ്കാരിക രാഷ്ട്രീയ ധാരയുടെ സുശക്തനായൊരു വക്താവിനെതിരെ നിരന്തരമായ ഇത്തരം കള്ള ആരോപണങ്ങളാണ് പലതും. ഈ പുതിയ ആരോപണത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പല ആരോപണങ്ങളും ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണങ്ങളാണ്. അത് സംശയിക്കപ്പെടേണ്ടതാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അതുകൊണ്ട് ഈ പരാതി ഗൗരവമായി അന്വേഷിക്കുകയും ഇത് വ്യാജ പരാതിയാണോ അതിന്റെ വെറാസിറ്റി പരിശോധിക്കുക. പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കട്ടെ, ഇതിനൊന്നും ആരും എതിരല്ല. പക്ഷെ ഇത് വേടനെന്തോ വലിയൊരു കുറ്റവാളിയാണെന്ന് ആവർത്തിച്ച് സ്ഥാപിക്കാനുള്ള താല്പര്യം സംഘപരിവാറിൻ്റെതാണ്. അത് തുടക്കം മുതലേ അവർ ചെയ്യുന്നുണ്ട്. ആ പണിയാണ് പോലീസും ഈ പറയുന്ന അദ്ദേഹത്തെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന, ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന, സാമ്പത്തിക കുറ്റകൃത്യം ചെയ്തു എന്ന് ആരോപിക്കുന്ന കക്ഷികളും എല്ലാം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇദ്ദേഹം വലിയൊരു കുറ്റവാളിയാണ് എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. അതൊരിക്കലും കരണീയമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് കീഴാള സമൂഹങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന മനുഷ്യർക്കെതിരെ ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ല. അതൊക്കെ സ്ഥിരമായി ഇവിടെ ഉണ്ടാവാറുണ്ട് എന്നതും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ പരാതിയെ ഞാൻ സംശയിക്കുന്നൊന്നുമില്ല. ആ പരാതിയുടെ വെറാസിറ്റി അന്വേഷിക്കട്ടെ, അതിൽ കാമ്പുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കട്ടെ. പക്ഷെ ഈ ബഹളവും ഇതിന്റെ പ്രചാരണങ്ങളും, അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട കേരളത്തിലെ മീഡിയ, ആ മീഡിയ തന്നെയാണ് കഞ്ചാവ് തുന്നിയിട്ട കുപ്പായമെന്ന് തികച്ചും ആക്ഷേപകരവും ആയ ഒരു പ്രസ്താവന ആദ്യ കേസിൽ നടത്തിയത്. യാതൊരു അടിസ്ഥാനവുമില്ലാതെയാണ്. അവരാണ് ഇത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. അപ്പൊ ഇത് ആഘോഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണോ? വേടൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇത് കൂട്ടുകാരനുള്ള ഒരു പൗരനാണ്. നമ്മൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതല്ലാതെ വേടൻ എന്തോ വലിയൊരു കുറ്റവാളിയാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് എന്നാണ് സാഹചര്യങ്ങൾ നമ്മളോട് പറയുന്നത് എന്നതാണ് എന്റെ സുചിന്തിതമായ അഭിപ്രായം.